അപ്പൊ ഇന്ന് സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു സർപ്രൈസിനൊരു സ്റ്റോറി ഉണ്ട്, അതും പറയട്ടെ. പറയൊന്നും വേണ്ട. മേഡം എനിക്ക് സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്തതാണ്. ഞാൻ കണ്ടിട്ടില്ലേ സാധനം, നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ കൂടെ കണ്ടു. ആക്ച്വലി സർപ്രൈസ് പൊളിഞ്ഞായിരുന്നു. പൊളിഞ്ഞതല്ല, എന്റെ മാനസികാവസ്ഥ വെച്ച് ഞാൻ പറഞ്ഞു വന്നാ. ആക്ച്വലി ഇത് ഓർഡർ ചെയ്തു. അപ്പൊ ഓർഡർ ചെയ്തിട്ട് എന്നോട് കുറെ നാൾ മുമ്പ് ഇങ്ങനത്തെ ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് ഇത് മേടിച്ചോടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് വിട്ടുപോയി. അപ്പൊ ഇത് ഓർഡർ ചെയ്തതിന് ശേഷം 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോട്ടെ. ഞാനിത് എന്തിട്ടാണാവോന്ന് വിചാരിച്ചു. വേണ്ട അപ്പോൾ എന്തിട്ടാണാവോന്ന് വിചാരിച്ചു. അല്ല, ഈ സർപ്രൈസാണ്. ആ നിഷ്കളങ്കമായ മനസ്സിന് നിങ്ങൾ കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു സാരല്ലേ പറഞ്ഞു. ആദ്യം വന്ന സർപ്രൈസ് ആണെങ്കിൽ പറയണ്ട, പക്ഷെ ഇതിനെങ്ങനെ ആ ഒരു റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. ആ ഒരു സർപ്രൈസാണ് ഈ ഞങ്ങൾ ഈ പൊട്ടിക്കാൻ പോണത്. എന്നിട്ട് ആ സർപ്രൈസ് എനിക്ക് ഫോണിൽ കാണിച്ചു തരുകയും ചെയ്തു. പൊട്ടിക്കട്ടെ. കുത്തി നിറച്ചിട്ടാണല്ലോ, ഡ്രസ്സുകളാണ് കേട്ടാ. ചെളിയാവും. കൈ പിടിക്കാൻ പറ്റുമോ? ഇങ്ങനെ അടിക്കാൻ. ഇത് ചെറുതാണോ? ട്രൗസറാണോ? ചെറുതാണോ? ലാർജ് മതിയായിരുന്നു എനിക്ക്. എക്സല് അല്ല, അല്ല, ഇട്ടിട്ട് കാണിച്ചതാ. ഇതാണ് ഫസ്റ്റത്തെ രൂപ. നല്ല തുണിയാണല്ലോ. ഇതൊന്ന് ഗ്രേസ് എക്സൽ. ബ്രാൻഡ് പേര് ആണോ? ഗ്രേസ്. ഓക്കെ, ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്തോണ്ടാ. ഇത് 2 അത്ര കട്ടിന്ന് പറയല്ലേ, പക്ഷെ നല്ല കളറല്ലേ. കൊള്ളാം. ഞാനല്ല ഓർഡർ ചെയ്തത്. നല്ല തുണിയാണല്ലോ. എത്ര രൂപയായി? 150 രൂപ. എന്തായാലും 150 190. അല്ല, 150 രൂപ ഇതിന്, 190 രൂപ മറ്റേ ഇതിന്, മറ്റേ പാവടയ്ക്ക്. ബനിയൻ തന്നെ. കണ്ടിട്ട് നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നു തോന്നുന്നേ. തടി കുറച്ചിക്കേണ്ടി വരും. ഇനിയും തടി ഞാൻ കുറയ്ക്കണം, അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുത്തോ. ഇത് എലഫന്റ് പലാസോ. നമ്മള് കുട്ടി പാവാട ഇട്ട പോലെ ഇരിക്കും. പാവാടയല്ല, പക്ഷെ പാന്റാണ്. പലാസോ ഇട്ട് കാണിക്കാട്ടോ. ഇതടുത്തത് എത്ര പലാസോ ഉണ്ട്? 3 വലിയൊരെണ്ണം കൂടി മേടിക്കായിരുന്നു. ഇത് ഇങ്ങനെ ഉള്ളൂ, സെപ്പറേറ്റ് ഒന്നും ഇല്ല, സൈസ് ഒന്നും ഇല്ല. അപ്പൊ അടുത്തത് നെക്സ്റ്റ്. ഇത് പലാസോ തന്നെ. താങ്ക് യു. വെൽക്കം. ഇതാണ് സർപ്രൈസ് ഷോപ്പിംഗ്. ഇതിലെനിക്ക് തോന്നുന്നു ടോപ്പ് ഇടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ടോപ്പ് നല്ല ഫിറ്റ് ആയിരിക്കാണ് ചാൻസ്. വേറെ ഇവിടുന്ന് മേടിച്ചാൽ മതി. അല്ല, ഞാൻ എന്തായാലും ഇടട്ടെ. നിന്റെ ഇഷ്ടം. ഞാൻ ഇട്ടിട്ട് വരാം. എങ്ങനെയാണ് കേട്ടോ, ഇവിടെ നിന്നാണ് മേടിച്ചത്. ലക്ഷ്മി ബത്ലഹേം. ഇതാണ് ഫോൺ നമ്പർ അവരുടെ. ആദ്യത്തെ ഡ്രസ് റെഡി. തുള്ളി ഫിറ്റാണ്. കുഴപ്പമില്ല. കളറ് കൊള്ളാം. കണ്ടപ്പോ അവിടെ തോന്നുന്നു. അവിടെ തോന്നുന്നല്ലോ, പക്ഷെ ഇടാൻ നല്ല സുഖമുണ്ട്. കളറുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കോമ്പിനേഷന് ശരിയല്ല. എന്തായാലും കൊള്ളാട്ടാ, ഇടാൻ നല്ല സുഖമുണ്ട്. കളർ കോമ്പിനേഷൻ കൊള്ളാറത് കളർ കൊള്ളില്ല എന്നാണോ? കളർ നല്ലതാ. ബനിയനൊക്കെ നല്ല തുണി. ഒരു പ്രാവശ്യം അലക്കി കഴിയുമ്പോൾ അറിയാം. അലക്കി കഴിയുമ്പോൾ അറിയാം. എന്തായാലും ഇത്ര വിലക്കുള്ളൂ. അതിന് കൊള്ളാം. 190 150. വീട്ടിലൊക്കെ നോക്കുമ്പോൾ നല്ല രസം അല്ലേ. നേരത്തെ ഇത് വരാം, എനിക്ക് പോണം. അപ്പൊ ഇതാണ് അടുത്ത ബനിയൻ. നല്ലതാണ്. പിന്നെ ഇത് ഞാൻ ഇട്ട് കാണിക്കണല്ലോ, സെയിം അതുപോലെ തന്നെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്നോട് ഞാൻ അറിഞ്ഞിരുന്നെങ്കിലും പെട്ടെന്ന് കിട്ടിയപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതായിരുന്നു. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം. ബൈ. എൻ്റെ ഒരു റിയൽ ലൈഫ് കാണാൻ ആരും മറക്കരുതിട്ടാ. ഒരു റിയൽ ലൈഫിൽ വീഡിയോ ഇട്ട് തുടങ്ങി. കോൺമീഡിയയിൽ ഇടുന്ന ഞാൻ പറഞ്ഞിട്ടായത്, പക്ഷേ ഒരു റിയൽ ലൈഫിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ദിവസം നമ്മൾ വീഡിയോ തുടങ്ങും. 2 വീഡിയോ ഒരു ദിവസം ഇടണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് വന്നോളൂ.